അയ്യപ്പേട്ടാ, ആശാ വർക്കർമാരുടെ സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ പുതിയൊരു വാർത്ത വരുന്നുണ്ട്. അതായത് അവർ കാസർഗോഡ് നിന്ന് സമരയാത്ര തുടങ്ങുകയാണ്. സത്യത്തിൽ സർക്കാരിന് നേരെയുള്ള അടുത്ത ഒരു പ്രതിഷേധം കൂടിയാണിത്. അത് പറയാതിരിക്കാൻ തരമില്ല. അതായത് മെയ് 5-നാണ് ഈ യാത്ര തുടങ്ങുന്നത്. കാസർഗോഡ് നിന്ന് തുടങ്ങി ജൂൺ 17-ന് തിരുവനന്തപുരത്ത് അവസാനിക്കും. അതേസമയം സെക്രട്ടേറിയറ്റ് പടിക്കലുള്ള അവരുടെ സമരം നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. ഈ സമരം സർക്കാരിനുള്ള ഒരു താക്കീതായി മാറുമെന്ന് തോന്നുന്നുണ്ടോ? അതായത് ഈ സർക്കാരിൻ്റെ വാർഷികം ആഘോഷിക്കുന്ന ഈ സമയത്ത് ഇത്തരത്തിൽ ഒരു സമരം സെക്രട്ടേറിയറ്റ് നടയിൽ കിടക്കുന്നത് സർക്കാരിന് കളങ്കം തന്നെയാണ്. കാരണം ഈ കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സമരം സത്യാഗ്രഹം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിനെ ഒന്ന് നേരത്തെ പറഞ്ഞ് ക്ലോസ് ചെയ്യാനായിട്ടുള്ള ഒരു പദ്ധതി ഇവർക്കുണ്ടായിരുന്നു. എങ്ങനെ ഈ സമരം അവരുടെ ആഘോഷ പരിപാടികൾക്കൊരു മങ്ങലേൽപ്പിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് അവസാനിപ്പിക്കണം എന്നിവർ ശ്രമിച്ചത്. അപ്പോൾ ആരോഗ്യമന്ത്രിയുടെ ഈഗോ അതിന് അനുവദിച്ചില്ല. ആരോഗ്യമന്ത്രിയെ കാണാൻ ചെന്നപ്പോൾ വീട്ടുജോലിക്കാരോട് പെരുമാറുന്നതിനേക്കാൾ മോശമായിട്ടാണ് പെരുമാറിയത്. പിന്നെ ഇവരുടെ ഇവിടെ നിന്നുള്ള പ്രഹസന യാത്രകൾ, ഇവരിവിടുന്ന് യാത്ര പോയത് ഈ നിമിഷം വരെ അവരെ മുഖ്യമന്ത്രി ഒന്ന് കാണാനോ മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് അവരെ എത്തിക്കാനോ മുഖ്യമന്ത്രിയുടെ സമയം ഇവർക്ക് വാങ്ങിച്ചു കൊടുക്കാനോ ആരും ശ്രമിച്ചിട്ടില്ല. ഇപ്പോൾ ശിവൻകുട്ടി എന്ന തൊഴിൽ മന്ത്രിയെ കാണാനൊരു അവസരം ഉണ്ടാക്കിയത് ശിവൻകുട്ടിക്ക് അത് പാർട്ടിക്കകത്ത് ഒരു ചോദ്യം കൂടെ ശിവൻകുട്ടിക്ക് ഉണ്ടായേക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട്. കാര്യം ശിവൻകുട്ടി തിരുവനന്തപുരത്തെ മന്ത്രിയും കൂടെയാണ്. അപ്പോൾ തിരുവനന്തപുരത്തെ മന്ത്രി എന്ന രീതിയിലും തൊഴിൽ വകുപ്പിൻ്റെ മന്ത്രി എന്ന രീതിയിലും ശിവൻകുട്ടിയോടുകൂടെ അപ്പോഴും സമരം തുടങ്ങി ഏതാണ്ട് 1 മാസം കഴിഞ്ഞ ശേഷമാണ് തൊഴിൽ വകുപ്പ് മന്ത്രിയോട് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ തൊഴിൽ വകുപ്പ് മന്ത്രിയോട് സംസാരിക്കുമ്പോൾ അതിലൊരു നമുക്ക് ആശാവർക്കൊരു ചെറിയ നേരിയ ഒരു ആശ അതിലുണ്ടായതാണ്. പക്ഷേ അതും അവിടെ വെച്ച് പൊട്ടിപ്പോയി. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഈ പറയുന്ന വീണ ജോർജിനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ ചർച്ച അവരുമായി നടത്തിയത്. അപ്പോൾ വീണ ജോർജ് ആരോഗ്യമന്ത്രി എന്ന രീതിയിൽ താൻ കോർണർ ചെയ്യപ്പെടുന്നുണ്ടോ എന്നൊരു തോന്നൽ അവർക്കുണ്ടായത് കൊണ്ട് വീണ ജോർജ് അനുകൂലികൾ അതിനെ അങ്ങനെ ഇതിൻ്റെ ക്രെഡിറ്റ് ശിവൻകുട്ടി കൊണ്ടുപോകണ്ട എന്ന് കരുതിയിട്ട് അതിനകത്തൊരു കളി കളിച്ചിട്ടുണ്ടാകണം. അങ്ങനെയാണ് അന്ന് തന്നെ ഇത് സോൾവിങ് ആവേണ്ടതാണ്. പക്ഷേ അതിനൊരു ഇടങ്കോല് ഉണ്ടായി, അത് നടന്നില്ല. അപ്പോൾ സർക്കാർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കാസർഗോഡ് നിന്ന് ഈ സംഭവം ആരംഭിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സർക്കാരിന് എല്ലാം ഫുൾ മാർക്ക് എല്ലാം കേന്ദ്രമാണ് പണിയുന്നത്, കേന്ദ്രം എല്ലാം കൊടുത്തിട്ട് കേന്ദ്രം ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് കേന്ദ്രത്തിനെ പഴിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റൊക്കെ മുഖ്യമന്ത്രിയുടെ വന്നിട്ടുണ്ട്. കേന്ദ്രത്തിന് കേരളത്തോട് വല്ലാത്ത ഒരു വിമുഖതയുണ്ട്, ആ വിമുഖതയുടെ ബാക്കി പത്രമാണ് നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ ചില പ്രമുഖരായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ അവരൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ ഏതാണ്ട് ഇവർക്ക് നൽകാനുള്ള എത്രയെങ്കിലും തുക, ഒരു വർഷത്തേക്ക് കൊടുക്കാനുള്ള തുക എപ്പോഴേ തന്നെ ഇവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞു. അതായത് NHM എന്ന് പറയുന്ന ഇവരുടെ ആരോഗ്യ വകുപ്പിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് കൊടുക്കാനുള്ളതെല്ലാം അവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടാണ്. അതായത് ഇതിനകത്തേക്കാണ് 636 കോടി രൂപ 2023-25 കാലഘട്ടത്തിൽ NHMന് കേന്ദ്രം കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഈ ചെലവാക്കിയ തുക, ഈ 636 കോടി രൂപയിൽ എന്താണ് അവർ ചെലവാക്കിയത് എന്നുള്ള കാര്യം ഈ ആരോഗ്യമന്ത്രി ഇവിടുന്ന് പോയിട്ട് പറയുന്ന നിർമ്മലാ സീതാരാമനോടോ അല്ലെങ്കിൽ പോട്ടെ, നിർമ്മല സീതാരാമനെ കാണാൻ പോയത് KV തോമസ് ആണ്. KV തോമസ് കാണാൻ പോകുന്ന മുമ്പ് ഈ പറയുന്ന വീണ ജോർജ് പോയി കേന്ദ്ര ആരോഗ്യമന്ത്രിയെ നന്ദയെ കണ്ടിരുന്നല്ലോ. അപ്പോൾ കേന്ദ്രം ഇവിടെ പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ഞങ്ങൾ തന്ന തുകയുടെ ചെലവ് എവിടെ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ ചെലവാക്കിയതിന്റെ കണക്ക് എവിടെ? അപ്പോൾ ഈ 636 കോടി രൂപ 2023-2025 NHM ഇവർക്ക് കൊടുത്തതിന്റെ കണക്ക് കാണിച്ചിട്ടില്ല. പിന്നീട് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന രീതിയിൽ ആശുപത്രികളെ എല്ലാം അങ്ങനെ ആക്കണമെന്ന് പറഞ്ഞപ്പോൾ ആരോഗ്യ മന്ദിർ എന്ന് പറയുന്ന മന്ദിർ എന്ന വാക്ക് ഈ പറയുന്ന RSSന്റെ BJPയുടെ ഇതായതുകൊണ്ട് അത് മന്ദിർ എന്ന് നമുക്ക് ചേർക്കാൻ പറ്റില്ല
എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ആ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് ഈ പറയേണ്ട തുകയും അവർക്ക് അനുവദിച്ച് കിട്ടുമായിരുന്നു. അങ്ങനെ 2 വർഷം അതിനെ ഇട്ട് കളിച്ചിട്ട് പിന്നീട് ഞങ്ങൾ മന്ദിറാക്കാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ തുക ഇവർക്ക് കൊടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ചുരുക്കത്തിൽ ഇതെല്ലാം പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഡിജിറ്റൽ രീതിയിൽ അവർക്ക് കൊടുക്കാനുള്ള വരുമാനത്തിൻ്റെ ഡിജിറ്റൽ രീതിയിൽ കാശ് കൊടുക്കാനുള്ള സാങ്കേതിക പ്രശ്നം പറഞ്ഞുകൊണ്ട് മാറി. ഇതെല്ലാം ഈ കേന്ദ്രത്തിനെ ഇവർ കുറ്റം പറയുമ്പോൾ ഈ ആശാവർക്കർമാരെ കേസിൽ പിന്നെ ഈ പറയുന്ന വീണ ജോർജും ഈ പറയുന്ന CATUക്കാർ ഇവരെല്ലാം നിങ്ങൾ അവിടെ കൊടിപിടിക്കാൻ എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തെ സത്യമെന്ന് ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ നമ്മളോട് പറഞ്ഞ ചില കണക്കുകളാണ്. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് കാസർഗോഡ് മുതൽ ഇവർ ഇത്തരത്തിൽ ഒരു സമര പരിപാടി ആസൂത്രണം ചെയ്യുമ്പോൾ, അതായത് ഈ സമരത്തെ വളരെ പുച്ഛമായ മനോഭാവത്തോടെയാണ് ഈ സമരം തുടങ്ങിയത് മുതൽ കണ്ടത്. കാര്യം ഇതിൻ്റെ ക്രെഡിറ്റ് കൊണ്ടുപോകുന്നത് പ്രജിതയ്ക്കറിയാം. നമ്മൾ പലവട്ടം സംസാരിച്ചോ പറഞ്ഞിട്ടുണ്ട്. SUCI എന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിട്ടുള്ള മിനി എന്ന ഒരു യുവതിയാണ്, ഒരു സ്ത്രീയാണ് ഇതിൻ്റെ സമരത്തിൽ മുന്നിൽ നിൽക്കുന്നത്. അതാണ് ഇവിടുത്തെ CPMകാർക്ക് ഒട്ടും തന്നെ പിടിക്കാത്തത്. അത് തന്നെയാണ് ഏറ്റവും വലിയ വിഷയം. അപ്പോൾ SUCIക്കാരി നിന്നുകൊണ്ട് ഇപ്പോൾ അവരുടെ സമരം വിജയിക്കണ്ട അങ്ങനെ ഒരു ക്രെഡിറ്റ് SUCI കൊണ്ടുപോകണ്ട. ഇത് CATUക്കാര് ഈ സമരം തകർക്കാൻ ശ്രമിക്കുന്ന തുടക്കം മുതൽ അങ്ങനെ ബക്കറ്റ് പിരിവെന്ന് ഇളമരം കരിയും പറഞ്ഞു തുടങ്ങിയത് മുതൽ അങ്ങനെയാണുള്ളത്. ചേട്ടൻ ഈ പറഞ്ഞത് വെച്ചിട്ട് ഇത് ആരോഗ്യ മന്ത്രാലയം ആരോഗ്യ രംഗത്തിന് നൽകിയ സംഭാവനകളാണ് ഈ പറഞ്ഞത് മുഴുവൻ. ഇതിപ്പോ കുടിശ്ശിക ഇല്ല, അതായത് ഈ കേന്ദ്രം കൊടുക്കാനില്ല. 2024-25 വർഷത്തിൽ നമ്മളിത് മുൻപ് പറഞ്ഞ കണക്കാണ് 913.24 കോടി ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം നീക്കിവെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് പോരാതെ 938.80 കോടിയാണ് അനുവദിച്ചു നൽകിയത്. അതായത് 25 കോടി രൂപ അധികം അനുവദിച്ച് നൽകിയിട്ടുണ്ട്. അതും 4 തവണകളായിട്ടാണ്. പഴയ കുടിശ്ശിക തീർക്കാനായിട്ട് 5ാം തവണ കഴിഞ്ഞ ഫെബ്രുവരി 12-ന് 120.45 കോടി രൂപ കൂടി അനുവദിച്ചിരുന്നു. അപ്പോൾ ഈ പറയുന്ന കുടിശ്ശികയുണ്ട് എന്ന് പറയുമ്പോൾ നിർമ്മല സീതാരാമനും ഒക്കെയും സംസാരിക്കുമ്പോൾ പറയുന്നത് JP നദ്ദയും അടക്കം പറഞ്ഞത്, ആരോഗ്യമന്ത്രി അദ്ദേഹമാണല്ലോ, അപ്പോൾ അദ്ദേഹം അടക്കം പറഞ്ഞത് നിങ്ങൾ ഈ അനുവദിച്ച തുകയുടെ കണക്ക് സഹിതം കൊണ്ടുവരൂ, ഞങ്ങൾ അത് പരിശോധിച്ച് നൽകാം. അത് അങ്ങനെ തന്നെയല്ലേ ഒരു സ്ഥാപനത്തിന് ഒരു പ്രപ്പോസൽ സമർപ്പിക്കുമ്പോൾ നമ്മൾ അതിന്റെ കണക്കും കാര്യങ്ങളും കൃത്യമായി നൽകിയാലാണ് അവരതെല്ലാം വിശകലനം ചെയ്ത്, ഒരു ബാങ്കിൽ പോലും നമ്മളൊരു ലോണിന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരത് കൃത്യമായി വിശകലനം ചെയ്തേ തരുള്ളൂ. ഇതിപ്പോ കേന്ദ്രം അനുവദിക്കുന്ന തുകയാണ്. കേന്ദ്രം എല്ലാ സംസ്ഥാനങ്ങൾക്കും ചുമ്മാ അങ്ങ് അനുവദിച്ചു കൊടുക്കുന്നതല്ല. ഓരോ സംസ്ഥാനവും അവിടെ ചെന്ന് കൃത്യമായ കണക്ക് സഹിതം വെച്ച് അത് കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തി കഴിയുമ്പോഴാണ് ഈ ഫണ്ടെല്ലാം അനുവദിച്ചു കൊടുക്കുന്നത്. ഈ ഫണ്ട് ഇത്രയും അനുവദിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ പറയുന്നത് തുക അനുവദിച്ചിട്ടില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇത്രയും കണക്ക് പറഞ്ഞതിന് ശേഷവും കേന്ദ്രം പറയുന്നു നിങ്ങൾക്കത് പോരെ, നിങ്ങൾ ഈ അനുവദിച്ച തുക എങ്ങനെ വിനിയോഗിച്ചു എന്നതിന്റെ കണക്ക് ഞങ്ങൾക്ക് മുൻപിലേക്ക് വരൂ. നിങ്ങൾ വരുമ്പോൾ കണക്കുമായി വരൂ, പരാതി പറയാൻ വേണ്ടി വന്നിട്ട് കാര്യമില്ല. ഇത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധമൊന്നുമല്ല. മോള് എന്ന് പരാതി പറയുമ്പോൾ അപ്പൊ തന്നെ മോളൊരു സാധനം ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാനായിട്ട്. ഇത് ഒരു കേന്ദ്രവും ഒരു സംസ്ഥാനവുമാണ്. ആ സംസ്ഥാനം കേന്ദ്രത്തിന് മുമ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെച്ച കണക്ക് പരിശോധിച്ചതിന് ശേഷം മാത്രമേ നൽകാൻ കഴിയുള്ളൂ. അതാണ് പറഞ്ഞത്, കൃത്യമായി കണക്ക് വെക്കാനാണ് അവര് പറഞ്ഞത്. ഇവിടുന്ന് ആര് പോയി അയ്യോ പത്തോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ കണക്ക് വേണം, കണക്ക് കൊടുക്കണ്ടേ? കണക്ക് കൊടുക്കാതെ ഒരു കാര്യവും നടക്കില്ലല്ലോ. അപ്പോൾ ഈ പറയുന്ന തുകയുടെ കണക്ക് വയ്ക്കാൻ പറഞ്ഞപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ പുങ്കവന്മാരുടെയും വായ അടഞ്ഞുപോയി എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന സമരയാത്ര അത് ശരിക്കും സർക്കാരിന് നേരെ ഈ ഒരു സമയത്ത് നടക്കുന്ന ഏറ്റവും വലിയൊരു തീക്കാറ്റ് തന്നെയായിരിക്കും. സർക്കാരിന്റെ മുഖത്തടിയാണ്, തീക്കാറ്റായി തിരുവനന്തപുരം ആഘോഷം നടത്തുമ്പോൾ അവിടെ നിന്ന് ഇവിടം വരെയുള്ള ആശമാരുടെ അതെ. കാരണം 500 കോടി രൂപ പോരാഞ്ഞ് വീണ്ടും തുക അനുവദിച്ചിരിക്കുകയാണ്. 91 കോടി വീണ്ടും അനുവദിച്ചിരിക്കുകയാണ് സർക്കാർ. അപ്പോ 100 രൂപ അധികം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവരുടെ
പ്രശ്നം പരിഹരിക്കപ്പെടാമായിരുന്നു. തീർച്ചയായിട്ടും ഇവർക്ക് ഈ പറഞ്ഞ ആവശ്യപ്പെട്ട തുകയിൽ ഒരു 100 രൂപയെങ്കിലും ഇപ്പൊ കിട്ടുന്നതിൽ 100 രൂപയെങ്കിലും കൂട്ടിത്തരാം ഓണറേറിയം എന്ന് ഇനി അതും വേണ്ടല്ലോ. ഇല്ല, ഇവർക്ക് ഫണ്ട് വകയിരുത്താനില്ല എന്ന് പറയുന്നു. 500 കോടി രൂപ എങ്ങനെയാണ് ഈ സർക്കാർ ഈ ആഘോഷ പരിപാടികൾക്കായി നീക്കി വെക്കുന്നത്? തീർച്ചയായിട്ടും അത് പൊതുജന സമൂഹത്തിന് മുൻപിൽ വ്യക്തമാക്കേണ്ട കണക്കേണ്ടതാണ്. കാരണം ഈ ജനങ്ങളുടെ നികുതി പണം എടുത്താണ് ഈ ലാവിഷടിക്കുന്നത്. മാത്രം ഇനിയിപ്പോ അവർ പറയും ഫണ്ട് സ്വരൂപിച്ചിട്ടാണ്. ഈ ഫണ്ടെല്ലാം പൊതുജനങ്ങളുടെ നികുതിയുമേൽ കയറ്റിയാണ് അവർ തിരിച്ചു പിടിക്കുന്നത്. അപ്പൊ ഈ കണക്ക് പൊതുജന സമൂഹത്തിന് മുൻപിൽ സർക്കാർ വെക്കേണ്ടതുണ്ട്. എവിടുന്നൊക്കെയാണ് ഇത്രയും കോടി ഇവർ സമാഹരിച്ച് പൂച്ച വെറ്റുകിടക്കുന്നു എന്നല്ലേ പറയുന്നത് ഖജനാവിൽ. ആ ഖജനാവിൽ നിന്ന് 500 കോടി രൂപ എന്ന് പറയുമ്പോൾ ചില്ലറ കോടിയാണോ അത്? 1 കോടിയോ 2 കോടിയോ പോലെയാണോ അത്? അപ്പോ 1 കോടി രൂപയെങ്കിലും ഈ ആശാവർക്കർമാർക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. സർക്കാരിന്റെ ധാർഷ്ട്യമാണ് ഞങ്ങളെ മറികടന്ന് ഇവിടെ ആരും ഒന്നും ചെയ്യാൻ അനുവദിക്കില്ല എന്നുള്ള ധാർഷ്ട്യം. ഈ ധാർഷ്ട്യം ഉള്ളത് കൊണ്ടാണ് ഇവിടെ നിന്ന് പല സംരംഭങ്ങളും കിറ്റെക്സ് ഉൾപ്പെടെ തെലങ്കാനയിലേക്കും മറ്റു സംസ്ഥാനങ്ങളിലേക്കും ഒക്കെ പറിച്ച് നടപ്പെടുന്നത്. ഒരു സംരംഭം തുടങ്ങാൻ പറ്റുന്നില്ല, നോക്കുകൂലി കാരണം എല്ലാം തീർന്നു. അതെ, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയും. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അല്ല, ഈസ് ഓഫ് ടേക്കിംഗ് മണി ടു പോക്കറ്റ് ആണ്. അതല്ലാതെ വേറൊന്നും ഇവിടെ നടക്കുന്നില്ല. ഇനിയിപ്പോ ഈ കാണുന്ന കാലയളവിൽ 500 കോടി രൂപ നടക്കി ഈ ആഘോഷം നടത്തുമ്പോൾ പൗരപ്രമുഖരെ കാണും. സാധാരണ ജനങ്ങളെക്കാൾ വലിയ പൗരപ്രമുഖർ എവിടെയാണുള്ളത്? ഏത് ബിസിനസ്സുകാരാണ് സാധാരണ ജനങ്ങളെക്കാൾ വലിയ പൗരപ്രമുഖരായിട്ടുള്ളത്? ഒരു സംസ്ഥാനത്ത് അവർ തന്നെയാണ്, ഒരു രാജ്യത്ത് അത് തന്നെയാണ്. സാധാരണ ജനങ്ങളാണ് പൗരപ്രമുഖർ. ഈ പറയുന്ന 4, 5, 10 ഇനി പോട്ടെ, 1000 ബിസിനസ്സുകാരെ ഇവർക്ക് എടുക്കാം. ഇവർക്ക് 1000 വോട്ട് മതിയോ ജയിച്ചു പോകാനായിട്ട്? അപ്പോൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് അടിസ്ഥാന വർഗത്തിലുള്ളവർ തന്നെയാണ്. അപ്പൊ ഈ സർക്കാർ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. അപ്പൊ ഈ ഒരു പ്രതിഷേധാഗ്നി അത് ഇനി വരുന്ന, നമ്മൾ പറയില്ലേ, എവിടെയും അടിച്ചമർത്തപ്പെടുമ്പോൾ ഒരു വിപ്ലവം ഉണ്ടാവും. ആ വിപ്ലവം ചെറുങ്ങനെയാണ് പല വിപ്ലവങ്ങളും തുടങ്ങിയിട്ടുള്ളത്. നിശബ്ദമായ തുടങ്ങിയിട്ടുള്ള വിപ്ലവങ്ങളാണ് എന്നും വലുതായി മാറിയിട്ടുള്ളതും വിജയത്തിലെത്തിയിട്ടുള്ളതും. ഇതും അത്തരത്തിൽ തന്നെയാണ്. ഇതിന്റെ ചുവട് പിടിച്ച് ഇനിയുള്ള നാളുകളിലും അടുത്ത ആളുകളും വരും. കാരണം നീതി നിഷേധിക്കപ്പെടുന്നിടത്ത് ഇതുപോലുള്ള ആളുകൾ സംഘടിക്കുകയും വിപ്ലവം ഉണ്ടാവുകയും ചെയ്യും. അതിനെ എല്ലാ കാലം ഒന്നും അടിച്ചമർത്താനായിട്ട് സർക്കാരിന് സാധിക്കില്ല. അപ്പോൾ ഇത് ശരിക്കും അവർ മുഖത്തടിക്കുന്നത് പോലെ തന്നെയാണ്.